ഷോൾഡർ ജോയിന്റിലുണ്ടാകുന്ന റൊട്ടേറ്റർ കഫ് ടയർ എന്ന മസിൽ ടയർ കണ്ടീഷനെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം. നമസ്കാരം, ഞാൻ ഡോക്ടർ ഷാഹിദ് ലത്തീഫ്, കൊല്ലം NS ഹോസ്പിറ്റലിലെ ഓർത്തോപെഡിക് സർജനാണ്. ഷോൾഡർ ജോയിന്റിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന 4 ഗ്രൂപ്പ് ഓഫ് മസിൽസ് ആണ് റൊട്ടേറ്റർ കഫ് എന്ന് പറയുന്നത്. ഈ മസിൽസിന്റെ പ്രധാന ഫംഗ്ഷൻ നമ്മുടെ ഷോൾഡർ നമ്മൾ കൈ ഉയർത്തുമ്പോൾ സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ മസിൽ കോമൺലി ടയർ ആകാറുണ്ട്, അതായത് ഇതിൽ വിള്ളൽ വീഴാറുണ്ട്. ഇത് ചെറുപ്പക്കാരിൽ സ്പോർട്സ് ഇഞ്ചുറീസിന്റെ ഭാഗമായി കാണാറുണ്ടെങ്കിലും പ്രായമുള്ളവരിൽ ടെൻഡൻ ഡീജനറേഷൻ, ടെൻഡൻ ഉണ്ടാകുന്ന ചില അസുഖങ്ങൾ കാരണം വളരെ കോമൺ ആയി കാണുന്ന അസുഖമാണ്. ഈ അസുഖം കൊണ്ട് നമുക്ക് എന്ത് ബുദ്ധിമുട്ടുകളാണ് പ്രധാനമായുള്ളത്? നമുക്ക് കൈ ഉയർത്താനോ തല ചെയ്യാനോ ഡ്രസ്സ് ഇടാനോ എല്ലാ ആക്ടിവിറ്റിയിലും കൈക്ക് പെയിൻ വരും. ഇത് ക്രമേണ കൂടി രാത്രി കിടന്നുറങ്ങുമ്പോൾ ഷോൾഡർ ചെറുതായിട്ട് പോലും അനങ്ങുകയാണെങ്കിൽ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന തരത്തിലുള്ള വേദന വരും. ഈ ടെൻഡൻ പലപ്പോഴും ഭാഗികമായോ മൊത്തമായോ പൊട്ടാറുണ്ട്. അതിന് പാർഷ്യൽ തിക്നെസ് ടയർ അല്ലെങ്കിൽ ഫുൾ തിക്നെസ് ടയർ എന്ന് പറയും. ഈ ടയർ പാർഷ്യൽ ആണോ ഫുൾ തിക്നെസ് ആണോ എന്നുള്ളതും പേഷ്യന്റിന്റെ പ്രായവും അവരുടെ ആക്ടിവിറ്റിയും ഇതെല്ലാം കൺസിഡർ ചെയ്താണ് ഈ ഒരു കണ്ടീഷന്റെ ട്രീറ്റ്മെന്റ് ഡിസൈഡ് ചെയ്യുന്നത്. 40 വയസ്സിന് മുകളിലുള്ളവരിൽ 30 മുതൽ 35% ആൾക്കാർക്ക് വരെ ഫുൾ തിക്നെസ് ടയർ കാണപ്പെടാറുണ്ട്. അതുപോലെ തന്നെ 15% ആൾക്കാർക്ക് പാർഷ്യൽ തിക്നെസ് ടയറും കാണപ്പെടാറുണ്ട്. ചെറുപ്പക്കാരിൽ കൂടുതലും സ്പോർട്സ് ഇഞ്ചുറീസിലാണ് ഇത് വരുന്നത്. പ്രത്യേകിച്ച് ടെന്നീസ്, ക്രിക്കറ്റ്, ബേസ്ബോൾ, ഓവർ ഹെഡ് ത്രോ ചെയ്യുന്നവർ, അതായത് ജാവലിൻ ത്രോ, ഷോട്ട് പുട്ട് എന്നീ ആക്ടിവിറ്റി ചെയ്യുന്നവരും പ്രായമുള്ളവരിൽ വീണതിന് ശേഷമാണ് ഇത് കൂടുതൽ കാണാറുള്ളത്. പ്രത്യേകിച്ച് നമ്മൾ കൈ കുത്തി വീഴുമ്പോൾ നമ്മുടെ ബോഡി വെയിറ്റ് ഫുള്ള് കയ്യിലേക്ക് വരികയും അത് ഷോൾഡറിലോട്ട് ക്ഷതം സംഭവിക്കുകയും ചെയ്യും. ഈ കണ്ടീഷന്റെ ട്രീറ്റ്മെന്റ് പാർഷ്യൽ തിക്നെസ്സിനും ഫുൾ തിക്നെസ്സിനും സെപ്പറേറ്റ് ആണ്. പാർഷ്യൽ തിക്നെസ് ടയർ തന്നെ ടെൻഡന്റെ ഏത് ഭാഗമാണ് ടയർ ആയെന്നുള്ളത് ട്രീറ്റ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രധാന ഘടകമാണ്. പാർഷ്യൽ തിക്നെസ് ടയർ നമ്മുടെ ജോയിന്റിലോട്ടുള്ള ഭാഗത്തോ അല്ലെങ്കിൽ ജോയിന്റിന്റെ എതിർവശത്തോ ആകാം. ജോയിന്റിന്റെ ഭാഗത്തുണ്ടാകുന്ന ടയറുകളാണ് കൂടുതലും പ്രശ്നമുണ്ടാക്കുന്നത്. ഇത് രണ്ടിനും നമുക്ക് തുടക്കത്തെ പീരീഡിൽ ടാബ്ലറ്റ്സ് കൊടുക്കാം, ഫിസിയോതെറാപ്പി ചെയ്യാം. ഈ പെയിൻ ഒരു പരിധിവരെ ഇതുകൊണ്ട് കുറയുന്നതാണ്. എന്നാൽ ഒരു 6 മാസം മുതൽ 1 വർഷം വരെ കഴിഞ്ഞിട്ടും ഈ വേദന മാറാതെ നിൽക്കുകയാണെങ്കിൽ ഒരു MRI എടുത്ത് അത് റിപ്പീറ്റ് ചെയ്യുകയും ജോയിന്റ് സർഫസിലോട്ടാണ് ടയർ എന്നുണ്ടെങ്കിൽ അത് സർജറി ചെയ്ത് റിപ്പയർ ചെയ്യുന്നതാണ് ഉത്തമം. അല്ലാത്ത പക്ഷം ഇത് പിന്നീട് ഫുൾ തിക്നെസ് ടയറായി മാറാം. അതുപോലെ തന്നെ പാർഷ്യൽ തിക്നെസ് ടയറിൽ നമുക്ക് ഇഞ്ചക്ഷൻ എടുത്ത് ട്രൈ ചെയ്യേണ്ടതാണ്. ഇത് സ്റ്റിറോയിഡ് ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ PRP ഇഞ്ചക്ഷനോ എടുക്കാം. സ്റ്റിറോയിഡ് ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ഇമ്മീഡിയറ്റ് പെയിൻ റിലീഫ് കിട്ടുമെങ്കിലും പലപ്പോഴും ഈ ടയർ ഇൻക്രീസ് ആവാനുള്ള സാധ്യത, അതായത് അത് കൂടാനുള്ള സാധ്യത ഉണ്ട്. PRP ഇഞ്ചക്ഷൻ വഴി നമ്മൾ ആ ടെൻഡൻ ഉണങ്ങാൻ വേണ്ടി ഒരു അറ്റംപ്റ്റ് നടത്തുകയാണ്. അപ്പോൾ പാർഷ്യൽ തിക്നെസ് ടയർ ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇനിഷ്യൽ സ്റ്റേജിൽ ഫിസിയോതെറാപ്പി, മെഡിക്കേഷൻസ് ഒക്കെ കൊണ്ട് മാറുമെങ്കിൽ, പെയിൻ കുറയുമെങ്കിൽ അത് അങ്ങനെ വിടാവുന്നതാണ്. എന്നാൽ അത് പൂർണ്ണമായും മാറുന്നുണ്ടോ ഇല്ല എന്നുള്ളത് MRI റിപ്പീറ്റ് ചെയ്ത് നോക്കിയാൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഫുൾ തിക്നെസ് ടയറിനെ കുറിച്ച് മനസ്സിലാക്കാം. ഈ ടെൻഡൻ മൊത്തമായി പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കൈ പൊക്കുമ്പോൾ നമ്മുടെ ഷോൾഡറിന്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുകയും ക്രമാതീതമായി നമ്മുടെ ഷോൾഡറിന് തേയ്മാനം സംഭവിക്കുകയും ചെയ്യും. അതിനാൽ തന്നെ ഫുൾ തിക്നെസ് ടയറിന്റെ ട്രീറ്റ്മെന്റ് എപ്പോഴും സർജറിയാണ്. അതായത് ഈ പൊട്ടിപ്പോയ ഭാഗം തിരിച്ച് അതിന്റെ ബോണിൽ കൊണ്ടുവച്ചിട്ട് നമ്മൾ സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. യൂഷ്വലി ഈ സർജറി ചെയ്ത് കഴിഞ്ഞാൽ അത് ഉണങ്ങാനുള്ള ഒരു സമയമെടുക്കും. യൂഷ്വലി 3 മുതൽ 6 മാസം വരെ ഇത് പൂർണ്ണമായി ഉണങ്ങാൻ എടുക്കും. അതിനാൽ തന്നെ മറ്റ് സർജറികളെക്കാട്ടിലും ഇത് കൂടുതൽ റെസ്റ്റ് വേണ്ടുന്നതും ഫിസിയോതെറാപ്പി കൂടുതലായി ചെയ്യേണ്ടി വരുന്ന ഒരു കണ്ടീഷനുമാണ്. എന്നാൽ ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഷോൾഡറിന്റെ ഫംഗ്ഷൻ നമുക്ക് പൂർണ്ണമായി റീഗെയിൻ ചെയ്യാൻ പറ്റുകയും ചെയ്യും. അതുപോലെ തന്നെ തേയ്മാനം ഉണ്ടാകാനുള്ള ചാൻസ് കുറയുകയും ചെയ്യും. ഫുൾ തിക്നെസ് ടയർ നമ്മൾ ട്രീറ്റ് ചെയ്യാതെ വിട്ടാൽ, അതായത് ഇഞ്ചക്ഷൻ എടുക്കുകയോ മറ്റ് വേദനയുടെ സംഹാരി കഴിച്ചോ നമ്മൾ സർജറി ചെയ്ത് വെറുതെ വിട്ടാൽ ഒരു 5 മുതൽ 10 വർഷത്തിനുള്ളിൽ ആ ഷോൾഡർ പൂർണ്ണമായും തേയ്മാനം സംഭവിക്കും. അങ്ങനെ ഉണ്ടാകുന്ന തേയ്മാനത്തിന് ഷോൾഡർ മാറ്റി വെക്കുക മാത്രമേ പരിഹാരമുള്ളൂ. അതും നമ്മൾ സാധാ ഡയറക്റ്റായിട്ട് ചെയ്യുന്ന ഷോൾഡർ റീപ്ലേസ്മെന്റ് പറ്റുകയില്ല. ഈ മസിലിനെ റീപ്ലേസ് ചെയ്യുന്ന രീതിയിൽ റിവേഴ്സ് ഷോൾഡർ ആർത്രോപ്ലാസ്റ്റി എന്ന് പറയുന്ന മേജറായിട്ടുള്ളൊരു സർജറി ചെയ്യേണ്ടി വരാറുള്ളതാണ്. ഈ റിവേഴ്സ് ഷോൾഡർ ആർത്രോപ്ലാസ്റ്റി സർജറി വളരെ നല്ല റിസൾട്ട് തരുന്ന ഒരു സർജറിയാണ്. എന്നാൽ ആ സർജറി ഒരു എൻഡ് സ്റ്റേജ് സർജറി ആയിട്ടാണ് നമ്മൾ ഷോൾഡറിൽ എപ്പോഴും കണക്കാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഷോൾഡർ ഒരു ക്ഷതമേറ്റതിന് ശേഷമോ അല്ലെങ്കിൽ പ്രായം വന്ന് സ്ഥിരമായുള്ള വേദന ഉണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുകയും എക്സ്റേയും MRIയും എടുക്കുകയും ഈ ടെൻഡന്റെ ഇന്റഗ്രിറ്റി, അതായത് ഈ ടെൻഡൻ അവിടെ വിള്ളലുണ്ടോ വിള്ളലില്ലയോ, പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ വിള്ളലുണ്ടോ എന്ന് മനസ്സിലാക്കുകയും അതിന് ഉത്തമമായ ട്രീറ്റ്മെന്റ് എടുക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. അല്ലാത്ത പക്ഷം ഈ ഷോൾഡർ ജോയിന്റ് ക്രമാതീതമായി തേഞ്ഞു പോകും. So thank you so much for listening to me.